അദൃശ്യമായ പൂക്കൾ. ഒരു പെൺകുട്ടി അവളുടെ പൂന്തോട്ടത്തിലെ ചെടികളുടെ വളർച്ചയിലും പരിപാലനത്തിലും വലിയ അഭിമാനം കൊണ്ടിരുന്നു. പൂക്കളോടുള്ള സ്നേഹവും പരിചരണവും അവളെ പഠിപ്പിച്ചത് അവളുടെ മുത്തശ്ശിയാണ്. അതിനാൽ മുത്തശ്ശിയെപ്പോലെ അവളുടെ പൂന്തോട്ടവും ഒട്ടും പിന്നിലായിരുന്നില്ല. ഒരു ദിവസം അവൾ പതിവായി ഓർഡർ ചെയ്യുന്ന ഒരു പൂക്കളുടെ കാറ്റലോഗ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെടിയുടെ ചിത്രം അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെയുള്ള പൂക്കൾ അവൾ മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ഇത് എനിക്ക് വേണം, അവൾ മനസ്സിൽ പറഞ്ഞു. ഉടൻ തന്നെ അത് ഓർഡർ ചെയ്തു. ചെടി വന്നപ്പോൾ അവൾ അത് നടാനുള്ള സ്ഥലവും ഒരുക്കി വെച്ചിരുന്നു. അവളുടെ പറമ്പിന്റെ പുറകുവശത്തെ കല്ലുഭിത്തിയുടെ ചുവട്ടിലായിരുന്നു അവൾ അത് നട്ടത്. അവൾ എന്നും ആ ചെടിയെ പരിപാലിച്ചു. അങ്ങനെ നന്നായി നിറയെ ഇലകളോടുകൂടി ആ ചെടി വളരാൻ തുടങ്ങി. എന്നാൽ പൂക്കൾ ഉണ്ടായിരുന്നില്ല. വെള്ളം നൽകി, വളം നൽകി, പൂക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അതിനോട് വർത്തമാനം പോലും പറഞ്ഞു. പക്ഷേ ചെടി പൂത്തില്ല. മാസങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാവിലെ ആ വള്ളിച്ചെടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ചെടി പൂവിടാത്തതിൽ അവൾക്ക് എത്രത്തോളം നിരാശയുണ്ടെന്ന് അവൾ ആലോചിച്ചു. അത് മുറിച്ചു മാറ്റി പകരം മറ്റെന്തെങ്കിലും നടുന്നതിനെക്കുറിച്ച് അവൾ ആഴത്തിൽ ചിന്തിച്ചു. ഈ സമയത്താണ് അവരുടെ പറമ്പിന്റെ അതിർത്തി പങ്കിടുന്ന രോഗശയ്യയിലുള്ള അയൽവാസി അവരെ വിളിച്ചത്. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ നട്ട ആ വള്ളിച്ചെടിയിലെ പൂക്കൾ ഞാൻ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാവില്ല. പെൺകുട്ടി ഗേറ്റ് തുറന്ന് പറമ്പിലേക്ക് നടന്നു. അവിടെ മതിലിന്റെ മറുവശത്ത് ആ വള്ളിച്ചെടി നിറയെ പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. അവ തീർച്ചയായും അവൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ പൂക്കളായിരുന്നു. വള്ളിച്ചെടി ഭിത്തിയിലെ വിള്ളലുകളിലൂടെ അപ്പുറത്തേക്ക് പടർന്നു കയറിയിരുന്നു. ആ ചെടി അവളുടെ വേലിയുടെ ഈ വശത്ത് പൂവിടുന്നതിന് പകരം മറുവശത്ത് സമൃദ്ധമായി പൂവിട്ടിരുന്നു. കഥയുടെ ഗുണപാഠം: നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കോ പരിശ്രമങ്ങൾക്കോ അതിയായ ശ്രദ്ധയും പ്രാധാന്യവും ലഭിക്കുന്നത് എപ്പോഴും നമ്മൾക്കാകണമെന്നില്ല. നമ്മുടെ പരിശ്രമം ചിലപ്പോൾ മറ്റൊരാൾക്കാണ് സൗന്ദര്യമോ സന്തോഷമോ നൽകുന്നത്. ആ സന്തോഷം നമ്മൾ നേരിട്ട് കാണുന്നില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തി വിലപ്പെട്ടതാണ്. നമ്മുടെ സ്വന്തം മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഒരു കാര്യം വിജയിച്ചില്ലെങ്കിൽ പോലും അത് മറ്റൊരിടത്ത് വിജയമോ ഗുണമോ ആയി മാറിയേക്കാം.